അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാസത്തിനെ കുറിച്ചാണ്. ചില കീർത്തനങ്ങളിൽ വരുന്ന പ്രാസം, അതിൽ പ്രത്യേകിച്ച് അനുപ്രാസം, ത്യാഗരാജസ്വാമികളുടെ സാവേരിയിലെ രാമം ഭജേഹം എന്നുള്ളൊരു കോമ്പോസിഷനിലെ ഒരു അനുപ്രാസം, ഒരു ലെറ്റർ, അതായത് ആവർത്തിച്ചു വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ചരണം: ധീരം സുരപരിവാരം ഭുവനാധാരം സുഗുണാകാരം സമലങ്കാരം ദുർജനദൂരം ശ്രീരഘുവീരം മേഹൃതി വാരം വാരം രാമം ഭജേഹം സദാ. പാടി നോക്കിയാലോ. അതിൽ ഏതാണ് ആ ലെറ്റർ? രം. രം എങ്ങനെ വരുന്നു? ആവർത്തിച്ചു വരുന്നുകൊണ്ട് അത് അനുപ്രാസമായിട്ട് വരുന്നു. അതെ. ധീരം സുരപരിവാരം ഭുവനാധാരം സുഗുണാകാരം സമലങ്കാരം ദുർജനദൂരം ശ്രീരഘുവീരം മേഹൃതി വാരം വാരം രാമം ഭജേഹം സദാ രാക്ഷസകുല ഭീമം ഭജേഹം സദാ ശ്രീരാമം ഭജേഹം സദാ. അതേപോലെ തന്നെ അടുത്തത് ഒന്ന് പറഞ്ഞ, അടുത്തത് ജം എന്നുള്ള ലെറ്റർ ആവർത്തിച്ച് വരുന്നുണ്ട്. രാജം നതസുതരാജം സുതഗതരാജം ശ്രുതിവിനുദാജം സുതരതിരാജം തുരകവിരാജം സുജന സമാജം ത്യാഗരാജരാജം. അതാണ്. പാടി നോക്കാം. 3, 4. രാജം നതസുതരാജം സുതഗതരാജം ശ്രുതിവിനുദാജം സുതരതിരാജം തുരകവിരാജം സുജന സമാജം ത്യാഗരാജരാജം രാമോ ഭജേഹം സദാ രാക്ഷസകുല ഭീമം ഭജേഹം സദാ ശ്രീരാമം ഭജേഹം രാമം ഭജേഹം രാമം ഭജേഹം സദാ.